വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിഷേധം രാജ്യത്ത് നടന്നത് ഒന്ന് മണിപ്പൂരാണ്, രണ്ടാമത് പശ്ചിമ ബംഗാളിലാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പോലും വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ നടപ്പാക്കില്ല, ആ നിയമം ഇവിടെ കൊണ്ടുവരില്ല എന്ന് നിലപാടെടുത്തിട്ടുണ്ട്. യാതൊരുവിധ കഴമ്പുമില്ലെങ്കിലും അവിടെയുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് മമതാ ബാനർജി ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് തന്നെ മുസ്ലിങ്ങളാണ്. അതിൽ റോഹിംഗ്യൻസ് ഉണ്ട്, ബംഗ്ലാദേശി മുസ്ലിംസ് ഉണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അനധികൃത കടന്നു വന്ന മുസ്ലിങ്ങളും പല ആൾക്കാരുമുണ്ട്. എന്നാൽ അവിടെ വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. അത് ഹിന്ദു വീടുകൾക്ക് നേരെയുള്ള ആക്രമണമായി മാറി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കൊടുക്കില്ല. എവിടെയെങ്കിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സംഘടിതമായി മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറേ നാൾക്കാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അവിടെ അതിഭീകരമായി ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അങ്ങനെ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് പറയാനാണ് വ്യഗ്രത കാണിച്ചത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അവിടെ ഹിന്ദു വീടുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അവർക്ക് ഇപ്പോൾ താങ്ങായി BJP മാത്രമാണുള്ളത് എന്നുള്ളതാണ്. BJPയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി ഇവർക്ക് കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. സുവേന്ദു അധികാരി ഈ ഹിന്ദു ഫാമിലി, മുർഷിദാബാദിലുള്ള ഹിന്ദു ഫാമിലീസിനാണ് ഇപ്പോൾ, ഹിന്ദു കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. എന്നാൽ മുർഷിദാബാദിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു കുടുംബങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. അവിടെയാണ് സുവേന്ദു അധികാരി കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറയുന്നത്. 86 ഹിന്ദു കടകളും ഹിന്ദുക്കളുടെ വീടുകളും അവിടെ ലൂട്ട് ചെയ്യപ്പെട്ടു, അഥവാ കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ഈ ആൻറ്റി വഖഫ് ആക്ട് വയലൻസിൽ എന്നാണ് സുവേന്ദു അധികാരി പറയുന്നത്. 86 ഹിന്ദു കുടുംബങ്ങളാണ് അവിടെ പട്ടിണിയിലായിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും കോമ്പൻസേഷൻ നൽകാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 പേരെ അറസ്റ്റ് ചെയ്തത് ഈ ഹിന്ദു വീടുകൾ ആക്രമിക്കാത്ത മറ്റ് ആൾക്കാരെയാണ്, അതായത് ഇന്നസെന്റ് പീപ്പിളിനെയാണ്, അതായത് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെയാണ് മമതാ ബാനർജിയുടെ സർക്കാർ, ആക്രമണകാരികളല്ല മറിച്ച് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുള്ള നിഷ്കളങ്കരെയാണ് ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നും സുവേന്ദു അധികാരി ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഹിന്ദു വീടുകളിലെത്തി, അദ്ദേഹം മുർഷിദാബാദിൽ ഹിന്ദു വീടുകളിലെത്തി അവിടെയുള്ള ആൾക്കാരെ കണ്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വലിയ ഒരു ക്രൗഡ് തന്നെ, ഒരു ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.